ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ നമ്മൾ റിസർവ് ക്യാപിറ്റൽ പറഞ്ഞു, ജസ്റ്റ് ക്യാപിറ്റൽ റിസർവ് എന്താണെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിലും ക്യാപിറ്റലും ഉണ്ട് റിസർവും ഉണ്ട്, പക്ഷേ രണ്ടും എന്താണ്, ഡിഫറൻ്റ് ആണ്. ജസ്റ്റ് നമുക്ക് റിസർവ് ക്യാപിറ്റലിനെ കുറിച്ചൊന്ന് ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് ക്യാപിറ്റൽ റിസർവുമായിട്ടുള്ള ഡിഫറൻസ് നോക്കാം. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ റിസർവ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ബാക്കി പോർഷൻ അല്ലേ, നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൽ ഒരു പോർഷനേ കോൾഡ് അപ്പ് ക്യാപിറ്റൽ വരുള്ളൂ, ബാക്കി പോർഷൻ അൺകോൾഡ് ക്യാപിറ്റലാണ് അല്ലേ. ആ അൺകോൾഡ് ക്യാപിറ്റലിനെയാണ് നമ്മൾ റിസർവ് ക്യാപിറ്റലാക്കിയിട്ട് മാറ്റുന്നത് അല്ലേ. അപ്പോൾ അതിലെന്താ പറയുന്നത്, അൺകോൾഡ് ക്യാപിറ്റലിൽ നിന്നാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then it is not disclosed in balance sheet of the company. It may be shown as a note to the balance sheet. അപ്പോൾ റിസർവ് ക്യാപിറ്റൽ എന്നൊരായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലൊന്നും കൊടുക്കുന്നില്ല. അത് ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു ഫുട് നോട്ട് പോലെ എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് നോട്ട് ചെയ്യുക. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ റിസർവ് ക്യാപിറ്റൽ എപ്പോഴേ ഇഷ്യൂ ചെയ്യുള്ളൂ, അതായത് എപ്പോഴേ യൂസ് ചെയ്യുള്ളൂ, നമ്മുടെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത്. എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. നമ്മുടെ ക്യാപിറ്റൽ ലോസസ്, അതായത് ഇപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളുടെ ഡിബഞ്ചറൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യാറുണ്ട് അല്ലേ. ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് വിചാരിക്കും, ഡിബഞ്ചർ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമല്ലേ അത്. അതായത് 1000 രൂപ വാല്യൂ ഉള്ള ഒരു ഡിബഞ്ചർ നമ്മൾ ഡിസ്കൗണ്ടിന് വെച്ചിട്ടൊരു 900-നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് 1000 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സ് എത്രയേ തരുള്ളൂ, 900 തരുള്ളൂ. അവിടെ നമ്മൾ 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അവിടെ 100 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് ഡിസ്കൗണ്ട് ഒരു നഷ്ടം വരുന്നുണ്ട് അല്ലേ. അതിന് ക്യാപിറ്റൽ ലോസ് എന്നാണ് പറയാം, ആ ഒരു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിന്. ആ ക്യാപിറ്റൽ ലോസൊക്കെ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നെ ക്യാപിറ്റൽ റിസർവ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്തല്ല, ഇത് ക്യാപിറ്റൽ റിസർവ് അല്ല, ഇതെന്താണ്, റിസർവ് ക്യാപിറ്റലാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ക്യാപിറ്റൽ ലോസ് ആ റിസർവ് ക്യാപിറ്റലിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ഈ റിസർവ് ഒരിക്കലും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോണസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ. നമ്മൾ കമ്പനിക്ക് ഇപ്പോൾ കൂടുതൽ ഒരു നല്ലൊരു പൊസിഷനൊക്കെ ആണെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കാം, ബോണസൊക്കെ കൊടുക്കാം. ആ ബോണസ് എങ്ങനെയാണ്, ഷെയറായിട്ട് ബോണസ് കൊടുക്കും. അതിന് നമുക്ക് പഠിക്കാനുണ്ട് വേറെ ചാപ്റ്ററിൽ. അപ്പോൾ അതിൽ ബോണസായിട്ട് കൊടുക്കും. ആ ബോണസ് ഇഷ്യൂ ഒക്കെ നമുക്ക് റിസർവ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇഷ്യൂ കണ്ടക്ട് ചെയ്യും. പക്ഷേ ആ ബോണസ് ഇഷ്യൂവിന് നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല, റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യില്ല. ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ. ദെൻ നമ്മൾ റിസർവ് ക്യാപിറ്റൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. അവിടെ റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കമ്പൽഷൻ അല്ല, ഓപ്ഷണലാണ്. ദെൻ നെക്സ്റ്റ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇസ് റിക്വയർഡ് ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. നമുക്ക് റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ അവിടെ പാസ്സാക്കിയിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിസർവ് ക്യാപിറ്റലും അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ നമ്മൾ അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. But in the case of capital reserve, it is created out of capital profit. ബിസിനസ്സിന് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ക്യാപിറ്റൽ ലോസസ് പറഞ്ഞു, ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ആ ലോസസ് ഒക്കെ നമുക്ക് ഏതിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ റിസർവിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റമാണ് എന്ത്, ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ റിസർവ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ബാലൻസ് ഷീറ്റിൻ്റെ പുറത്ത് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇറ്റ് മേ ബി ഷോൺ ആസ് എ നോട്ട് ടു ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ പുറത്തൊരു ഫുട് നോട്ടാക്കി എഴുതി വെക്കുകയേ ചെയ്യുള്ളൂ റിസർവ് ക്യാപിറ്റൽ. ബട്ട് ക്യാപിറ്റൽ റിസർവ് ഈസ് ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡിങ് റിസർവ്സ് ആൻഡ് സർപ്ലസ്.
ഒരു ബിസിനസ്സിൻ്റെ റിറ്റെയിൻഡ് ഏർണിങ്സോ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ മെൻഷൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ് എന്ത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിസർവ് ക്യാപിറ്റൽ ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അപ്പോൾ നമ്മൾ റിസർവ് ക്യാപിറ്റൽ എപ്പോഴേ യൂസ് ചെയ്യുള്ളൂ? കമ്പനി വൈൻഡിങ് അപ്പിലേക്ക് പോവുകയാണെങ്കിൽ. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിർത്താൻ പോകുന്ന സമയത്ത്, ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത്. ഓക്കെ, ബട്ട് ക്യാപിറ്റൽ റിസർവ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ലൈഫ് എത്രത്തോളം ഉണ്ടോ ആ സമയത്തൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സിന് വേണ്ടി നമുക്ക് എന്ത് റിസർവ് യൂസ് ചെയ്യാം? ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. അതായത് റിസർവ് ക്യാപിറ്റൽ കനോട്ട് ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റൽ റിസർവ് ക്യാൻ ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. ക്യാപിറ്റൽ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ റിസർവ് ക്യാപിറ്റൽ cannot be used to issue ബോണസ് ഷെയർ. നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് ഒരിക്കലും എന്ത് യൂസ് ചെയ്യില്ല? റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യില്ല. ബട്ട് റിസർവ് ക്യാപിറ്റൽ റിസർവ് ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ. അതായത് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് പറയുന്നത് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് കമ്പൽഷനൊന്നുമില്ല. പക്ഷേ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഇറ്റ് ഈസ് കമ്പൽസറി ടു ക്രിയേറ്റ് ക്യാപിറ്റൽ റിസർവ് ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഏൺഡ് ബൈ ദ കമ്പനി. ഇൻ കേസ് ഈ ക്യാപിറ്റലുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോഫിറ്റ് കമ്പനി ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പോർഷൻ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്തേ പറ്റൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റിസർവ് ക്യാപിറ്റൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ മസ്റ്റാണ്. പക്ഷേ ക്യാപിറ്റൽ റിസർവിൻ്റെ കേസിൽ ദർ ഈസ് നോ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇസ് റിക്വയർഡ് ഫോർ ക്യാപിറ്റൽ റിസർവ്. നമ്മൾ ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും ആവശ്യമില്ല. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? ഒരു ക്യാപിറ്റൽ റിസർവ് എന്നൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾ മേജറായിട്ട് ഈ ഒരു ഡിഫറൻസ് അറിഞ്ഞിരുന്നാൽ മതി. അൺകോൾഡ് ക്യാപിറ്റലിൽ നിന്നാണ് ക്യാപിറ്റൽ റിസർവ് ഉണ്ടാകുന്നത്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടിലും ക്യാപിറ്റലും ഉണ്ട്, റിസർവും ഉണ്ട്. ഒന്ന് റിസർവ് ക്യാപിറ്റലാണ്, മറ്റൊന്ന് ക്യാപിറ്റൽ റിസർവ് ആണ്. ക്യാപിറ്റൽ റിസർവ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ദെൻ റിസർവ് ക്യാപിറ്റൽ ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. ഓക്കെ.